സന്തോഷത്തിൻ്റെ ദിവസമാണ്, ദൈവാനുഗ്രഹത്തിൻ്റെ ദിവസമാണ്. നമ്മുടെ രൂപതയ്ക്ക് വേണ്ടി മുൻസിഞ്ഞോർ ഡി സെൽവരാജനെ കോയമ്പത്തൂർ ബിഷപ്പായി നിയമിച്ചിരിക്കുന്ന കാര്യം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. താങ്ക് യു. അദ്ദേഹത്തിൻ്റെ ബയോഡേറ്റ ചാൻസലർ നിങ്ങളെ ഇപ്പോൾ വായിച്ച് കേൾപ്പിക്കും. മുൻസിഞ്ഞോർ സെൽവരാജ് മുന്നോട്ട് വരണം, സ്റ്റേജിലിരിക്കണം. താങ്ക് യു. അഭിവന്യ സൂസപ്പായിക്കും മെത്രാപ്പൊലീത്ത എത്തിയിരിക്കുകയാണ്. ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. സ്ഥാനിക ചിഹ്നങ്ങളിലൊന്നായ അരപ്പട്ട ഇപ്പോൾ ധരിപ്പിക്കുന്നു. മെത്രാന്മാരെ അവരുടെ സഭാപദവിയിൽ നിന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്ന തരത്തിൽ വയലറ്റ് നിറത്തിലുള്ള അരപ്പട്ടയാണ് മെത്രാന്മാർ ധരിക്കുന്നത്. പാപ്പമാർ വെള്ള നിറത്തിലും കർദിനാൾമാർ ചുവന്ന നിറത്തിലുമുള്ള അരപ്പട്ട ധരിക്കുന്നു. സുക്കേത്തോ അഥവാ സ്കൾ ക്യാപ്പ്, ഇതും മെത്രാന്മാരുടെ തിരിച്ചറിയാൻ വേണ്ടി. പെക്ടറൽ ക്രോസ് അഥവാ കുരിശുമാല, പരമ്പരാഗതമായി മുണീരമേ ദിഞ്ഞേറിസ്, ശത്രുക്കളിൽ നിന്ന് എന്നെ സംരക്ഷിക്കണമേ എന്ന പ്രാർത്ഥനയോടെ മെത്രാന്മാർ കഴുത്തിൽ ധരിക്കുന്നതാണിത്. യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തെക്കുറിച്ചും വിശ്വാസം ഏറ്റുപറഞ്ഞവരുടെ വിജയത്തെക്കുറിച്ചുമുള്ള ഓർമ്മയും മെത്രാൻ്റെ ദൗത്യത്തെയും ഓർമ്മപ്പെടുത്തുന്നു. ശ്ലൈഹിക മോതിരം മെത്രാൻ്റെ അപ്പസ്തോലിക അധികാരത്തിൻ്റെ പ്രതീകമാണ് മോതിരം. ക്രിസ്തുവും തൻ്റെ വധുവുമായ സഭയും തമ്മിലുള്ള ഐക്യവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മെത്രാന് തൻ്റെ രൂപതയോടുള്ള കൗദാശാപരമായ വിവാഹബന്ധത്തിൻ്റെയും സഭയോടുള്ള അദ്ദേഹത്തിൻ്റെ വിശ്വസ്തതയുടെയും പ്രതീകമാണിത്. ക്രിസ്തുവിൻ്റെ മരണത്തിൽ മുഴുവൻ സഭയും വിലപിക്കുന്ന ദുഃഖവെള്ളിയാഴ്ച ഒഴികെ മറ്റെല്ലാ ദിവസവും അദ്ദേഹം ഇത് ധരിക്കാൻ ബാധ്യസ്ഥനാണ്. മെത്രാൻ അഭിവന്യ സെൽവരാജ് പിതാവ് വലിയവിള ഇടവകയിൽ ഒറ്റപ്ലാവിള DM സദനത്തിൽ 1962 ജനുവരി മാസം 27 ജനിച്ചു. പരേതരായ ശ്രീ ദാസൻ്റെയും ശ്രീമതി മുത്തമ്മയുടെയും 6 മക്കളിൽ രണ്ടാമനാണ് അച്ഛൻ. പ്രാഥമിക വിദ്യാഭ്യാസം വലിയവിള LP സ്കൂളിലും വ്ളാത്താങ്കര സെൻറ്റ് പീറ്റേഴ്സ് UP സ്കൂളിലും ഹൈസ്കൂൾ വിദ്യാഭ്യാസം കുളത്തൂർ ഗവൺമെൻറ് ഹൈസ്കൂളിലും പൂർത്തീകരിച്ചു. 10ാം ക്ലാസ് പഠനം കഴിഞ്ഞ് മൈനർ സെമിനാരി പഠനത്തിനായി 1978 പാളയം സെൻറ്റ് വിൻസെൻ്റ് സെമിനാരിയിൽ ചേർന്നു. തുടർന്ന് ആലുവ സെൻറ്റ് ജോസഫ് പൊന്തിഫിക്കൽ മേജർ സെമിനാരിയിൽ തത്വശാസ്ത്ര പഠനവും ദൈവശാസ്ത്ര പഠനവും 1987 പൂർത്തിയാക്കി. 1987 ഡിസംബർ മാസം 23 അഭിവന്യ ജേക്കബ് അച്ചാരുപറമ്പിൽ പിതാവിൽ നിന്ന് പൗരോഹിത്യം സ്വീകരിച്ച് വലിയവിള ക്രിസ്തുരാജ ദൈവാലയത്തിൽ നിന്നുള്ള വൈദികനായി.